ഷെരീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വയ്ക്കാൻ പോകുന്നത് പായസമാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ പഴുത്ത മാങ്ങ നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. മാങ്ങ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ തൊലി ചെത്തി കളഞ്ഞിട്ട് ഇതിങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. 2 ഏത്തപ്പഴം നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതെല്ലാം നമ്മൾ ചേർക്കുന്ന സമയത്ത് പറയുന്നതായിരിക്കും. പായസം വയ്ക്കാൻ തുടങ്ങാം. കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ പരിപ്പൊന്ന് വറുത്തെടുക്കാം. നമുക്ക് കശുവണ്ടി പരിപ്പൊന്ന് വറുത്തെടുക്കാം. അധികം അങ്ങോട്ട് മൂത്ത് പോകണ്ട. നമുക്കിനി കോരി മാറ്റാം. നെയ്ക്കകത്തേക്ക് നമുക്ക് മാമ്പഴം അരിഞ്ഞിട്ട് കൊടുക്കാം. നേന്ത്രപ്പഴം അരിഞ്ഞ് കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് ചെറുതായിട്ട് 2 കൂടി നമുക്കൊന്ന് വഴച്ചെടുക്കാം. നമുക്കിനി ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് തിള വന്നിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇപ്പം നമുക്ക് ചക്കയും മാങ്ങയൊക്കെ ധാരാളം കിട്ടുന്ന ഒരു സമയമാണ്. നമുക്ക് മാങ്ങ കൊണ്ടും ചക്ക കൊണ്ടും ഒക്കെ പായസം വയ്ക്കാം. ഇനി നമുക്കൊരു ചക്കയുടെ പായസം കൂടെ തയ്യാറാക്കാനുണ്ട്. ഈ മാങ്ങ ഇപ്പം നമ്മുടെ വീട്ടിലുണ്ടായ മാങ്ങയാണ് കേട്ടോ. നന്നായിട്ട് മാങ്ങ ഉണ്ടായി. അപ്പോൾ നമുക്ക് ഒരുപാട് സ്ഥലമൊന്നുമില്ല, എന്നാലും ഉള്ള സ്ഥലത്തൊക്കെ ഞാൻ മാവിൻ്റെ തൈയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ പൂത്ത് മാങ്ങയായി തുടങ്ങി. നമ്മൾ കുറച്ച് ചവ്വരി വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് നമ്മൾ ചവ്വരി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ളത് നമ്മൾ എടുത്താൽ മതി. ഒരുപാടൊന്നും ചവ്വരി ചേർക്കേണ്ട ആവശ്യമില്ല, കുറച്ച് ചേർത്താൽ മതി. നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. നമ്മൾ 1-ാം പാലായിട്ട് എടുത്തേക്കുന്നത്, 2-ാം പാലൊന്നും എടുത്തിട്ടില്ല. നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്ന് തിളച്ചൊന്ന് കുറുകി വരണം. നമ്മൾ കുറച്ച് പശുവും പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്കൊരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പിട്ട് കൊടുത്തത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ പേജൊന്ന് ഫോളോ ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട കൂട്ടുകാർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ലൈക്ക് ചെയ്യാൻ ഒന്നും മറന്നു പോരുതേ. നമുക്ക് ഇതിലേക്ക് കുറച്ച് ചുക്കുപൊടി ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് നല്ല ജീരകവും ഏലക്കയും പഞ്ചസാരയും കൂടെ പൊടിച്ചതാണ് നമ്മൾ ഇട്ട് കൊടുക്കാം. നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ പായസത്തിൻ്റെ അടിപൊളി മണം വരുന്നുണ്ട്. നല്ല സൂപ്പർ പായസമാണ്. ഇനി നമുക്ക് കുറച്ച് പശുവും പാലൊഴിച്ച് കൊടുക്കാം. പാലൊഴിച്ച് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ അടിപൊളി പായസം തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെയൊന്ന് തയ്യാറാക്കി നോക്കൂ. നല്ല ടേസ്റ്റുള്ളൊരു പായസമാണ്. കുറച്ച് നെയ്യും കൂടെ ഒഴിച്ച് കൊടുക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ ഈ പായസത്തിലേക്ക് കവർ പാലോ പശുവും പാലോ ഒക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ പിരിയാൻ ചാൻസ് ഉണ്ട്. കാരണം മാങ്ങയ്ക്ക് പുളിയും കൂടെ ഉള്ളതല്ലേ, അത് കാരണം കൊണ്ട്. അപ്പോൾ തന്നെ നന്നായിട്ട് ഒഴിച്ചാൽ തന്നെ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നമ്മളെ തീ ഓഫ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. കശുവണ്ടി പരിപ്പ് ഇട്ട് കൊടുക്കാം. നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കൂ. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ടാറ്റാ, ബൈ ബൈ.